യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നു മുതലാണ് ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നത്? ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നത് പരീക്ഷ ജയിക്കുന്ന നാൾ മുതലാണോ? ജോലി കിട്ടുന്ന ദിവസം മുതലാണോ? വിവാഹ ദിവസം മുതലാണോ? വീട് വയ്ക്കുന്ന ദിവസം മുതലാണോ? എന്ന് മുതലാണ് ഒരു മനുഷ്യൻ ഭാഗ്യവാനായി തീരുന്നത്? ചിലർ പറയും ഇത് ശുക്രദശയാണ്, ദശാന്തിയാണ്, ഇനി ഏതാനും നാളുകൾ, വർഷങ്ങൾ, പിന്നെ എല്ലാം ശുക്രദശയാണ്, ഭാഗ്യവാനാണ്. ദൈവമക്കളെ, ആലോചിച്ച് നോക്കൂ. വിവാഹ നാള് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു നാളാണ്. പക്ഷെ ഞാൻ കേട്ടതായ ഒരു ശബ്ദം എൻ്റെ ചെവിയിലുണ്ട്. ഒരു വലിയ നല്ല കുടുംബത്തിൽ ജനിച്ച, നല്ല ഉദ്യോഗമുള്ള ഉന്നതനായ ഒരു വ്യക്തിയുടെ മകള്, നല്ല ജോലിയുള്ള ഒരു പെൺകുട്ടി എന്നോട് ഹൃദയം തുറന്ന് പറഞ്ഞപ്പോൾ ഒരു രണ്ട് വാക്ക് പറഞ്ഞു. സാറേ, ഞാൻ വിവാഹം വരെ കരഞ്ഞിട്ടില്ല, വിവാഹത്തിന് ശേഷം ചിരിച്ചിട്ടില്ല. വിവാഹം വരെ കരഞ്ഞിട്ടില്ല, വിവാഹത്തിന് ശേഷം ചിരിച്ചിട്ടുമില്ല. പ്രിയപ്പെട്ടവർ, എന്ന് മുതലാണ് ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നത്? വിവാഹ ദിവസത്തേക്കാൾ നല്ല ദിവസം ഉണ്ടോ? വിവാഹ ദിവസത്തേക്കാൾ സന്തോഷമുള്ള ദിവസം ഉണ്ടോ? നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? കർത്താവായ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ വലത്തെ ഭാഗത്തെ കള്ളൻ, അവൻ്റെ ജീവിതത്തിൽ വിവാഹ ദിവസമായിരുന്നോ ഏറ്റവും സന്തോഷമുള്ള ദിവസം? ആയിരുന്നോ? അതിനേക്കാൾ സന്തോഷമുള്ള ദിവസമായിരുന്നു അവൻ്റെ മരണ ദിവസം. വലത്ത് ഭാഗത്തെ കള്ളനെ സംബന്ധിച്ച് അവൻ്റെ വിവാഹ ദിവസത്തെ സന്തോഷത്തിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു അവൻ്റെ മരണ ദിവസം. കാരണം ആ മരണം അവനെ ഏത് പദവിയിലേക്കാണ് ഉയർത്തിയത് നിങ്ങൾക്കറിയാം. യേശുവിനോടുകൂടെ ദൈവരാജ്യത്തിലേക്ക്, പ്രതീസായിലേക്ക് ഉയർത്തിയ ഒരു ദിവസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യരായി നാം ചിന്തിക്കുന്ന എല്ലാ ദിവസത്തേക്കാൾ ഏതാണ് നല്ല ദിവസം? എപ്പോഴാണ് മനുഷ്യൻ ഭാഗ്യവാനാകുന്നത്? എന്തുകൊണ്ടാണ് വലത്ത് ഭാഗത്തെ കള്ളന് വിവാഹത്തെ ദിവസത്തേക്കാൾ സമാധാനമുള്ളതായ ഒരു മരണ ദിവസം എനിക്കുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം അനുഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവന് പാപബോധമുണ്ടായ ദിവസമാണത്. ആ വലത്ത് ഭാഗത്തെ കള്ളന് ആദ്യമായി പാപബോധമുണ്ടായ ദിവസമാണത്. അതായിരുന്നു അവൻ്റെ ഭാഗ്യ ദിവസം, അതായിരുന്നു അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവന് പാപബോധമുണ്ടായ ദിവസം, ഞാൻ പാപിയാണെന്നവൻ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ദിവസം, ഞാൻ പാപിയാണ്, പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കേണ്ടവനാണ്, ഞാൻ ക്രൂശിക്കപ്പെടേണ്ടവനാണ്, ഞാൻ ഈ വേദന അനുഭവിക്കേണ്ടവനാണ്, കാരണം ഞാൻ പാപിയാണ്. ആ ബോധം അവന് വന്നു. ആ ദിവസമാണ് അവൻ്റെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ 1-2 വാക്യം നമുക്ക് വായിക്കാം. 32-ാം സങ്കീർത്തനം 1-2 വാക്യം നമുക്ക് വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ഭാഗ്യദിവസം എന്ന് പറയുന്നത് ആത്മാവിൽ
കാപട്യമില്ലാത്ത മനുഷ്യനായിരുന്നു. അതുവരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പല പ്രവൃത്തികളും പല ചിന്തകളും പല പാപങ്ങളും ഞാൻ കുഴിച്ചിടുന്നവനായിരുന്നു. ഞാൻ പാപം കുഴിച്ചിടുന്നവനായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾ പാപം കുഴിച്ചിടാറുണ്ടോ? മനുഷ്യൻ അവൻ്റെ പാപം അവൻ്റെ ഹൃദയത്തിൽ കുഴിച്ചിടും. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? അവൻ ചെയ്യുന്ന പാപം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ വാക്കുകൾ, അവൻ്റെ മനോഭാവമെല്ലാം അവൻ്റെ ഹൃദയത്തിൽ തന്നെ കുഴിച്ചിട്ടിട്ട് പുറമേ മാന്യനായിട്ട് നടക്കുന്നു. സ്വന്തം ഹൃദയത്തിൽ തന്നെ പാപം കുഴിച്ചിടുമായിരുന്നു. ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ പാപം സമ്മതിച്ച് തുറന്നു പറയുന്നവനായി. അതാണ് ഭാഗ്യദിവസം എന്ന് പറയുന്നത്. എനിക്ക് പാപമുണ്ട് എന്ന് സമ്മതിച്ചിട്ട് എൻ്റെ പാപം മൂടിവെക്കാതെ, ഞാൻ ചെയ്തു പോയ വാക്കോ പ്രവൃത്തിയോ എന്തുവാകട്ടെ അത് മൂടിവെക്കാതെ ഒരു മനുഷ്യൻ തുറന്നു പറയുന്നവനാകുന്നതാണ് അവൻ്റെ ഭാഗ്യദിവസം എന്ന് പറയുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഭാഗ്യം ആരംഭിക്കുന്ന അന്നാണ്. അന്ന് മുതൽ മനുഷ്യൻ ഭാഗ്യവാനാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ, കുമ്പസാരത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ സത്യകുമ്പസാരം നടത്തുന്ന അന്ന് മുതൽ നിങ്ങളൊരു ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ ഭാഗ്യവാനാണ്. നിങ്ങളൊരു പുരോഹിതന്റെ മുമ്പിൽ കുമ്പസാരിച്ചത് കൊണ്ട് ഭാഗ്യവാനാണെന്ന് ഞാൻ പറയില്ല. ഏതെങ്കിലും ഒരു ദൈവദാസന് മുമ്പിൽ പോയി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഭാഗ്യവാനാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ യേശുക്രിസ്തുവിന് മുമ്പിൽ പോയിരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സകലവും തുറന്നു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ, കർത്താവേ, എനിക്ക് ഇന്നതുപോലെ തെറ്റുകളുണ്ട്, ഇന്നതുപോലെ പ്രവൃത്തികൾ വന്നിട്ടുണ്ട്, ഇന്നതുപോലെയുള്ള ദോഷം എനിക്ക് വന്നിട്ടുണ്ട്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ കുമ്പസാരിക്കുന്ന അന്ന് മുതൽ നിങ്ങളുടെ ഭാഗ്യം തുടങ്ങുകയാണ്. അന്ന് മുതലാണ് നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമായി മാറുന്നത്. ദാവീദ് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ ഹൃദയം തുറക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദാവീദിനെ പോലെ അതുവരെ കുഴിച്ചിട്ടതെല്ലാം പുറത്തെടുത്ത് മിണ്ടിത്തുടങ്ങുന്ന ഒരു കാലമുണ്ടോ? ദാവീദ് ദൈവത്തിന് മുമ്പാകെ ഞാൻ മിണ്ടാതിരുന്നപ്പോഴൊന്നും ഞാൻ മിണ്ടാതിരുന്നു, മിണ്ടിത്തുടങ്ങി എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. ദാവീദ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്. ദാവീദ് അയ്യോ ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടിയോടെ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ അനേകർ ദൈവത്തിന് മുമ്പാകെ പോയിരുന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നവരാണ്, അനുഗ്രഹം ചോദിക്കുന്നവരാണ്, മക്കളെ ജയിപ്പിക്കണമേ ചോദിക്കുന്നവരാണ്. അയ്യോ മോളുടെ കാര്യം അത് കർത്താവേ നിന്ന് പ്രത്യേകം നോക്കണമേ അത് പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ ജോലിക്കാരും ദൈവത്തോട് ചോദിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ പാപവുമായി, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുമായി, നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിച്ചു കിടക്കുന്ന പാപങ്ങളുമായി നിങ്ങൾ കർത്താവിന് മുമ്പിൽ പോയിരുന്നിട്ട് നിങ്ങൾ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഹൃദയത്തിൽ ദൈവത്തിന് മുമ്പാകെ പോയിരുന്ന് ഹൃദയം തുറന്ന് പാപം പറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ടോ? അന്ന് മുതലാണ് മനുഷ്യൻ ഭാഗ്യവാനായി തീരുന്നത്. ഇതിൽപ്പെട്ട എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണത്. എൻ്റെ 35 വയസ്സ് വരെ ഞാനും പാപം കുഴിച്ചിടുന്നവനായിരുന്നു. പാപം ചെയ്യുക, പാപം ആസ്വദിക്കുക, പുരോഹിതന്മാരുടെ അടുക്കൽ കള്ളക്കുമ്പസാരം നടത്തുക, പേരിന് യേശുവിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാതിരിക്കുക, മാന്യനെന്ന് അടിക്കുക, ഇതായിരുന്നു എൻ്റെ പ്രകൃതം. എന്നാൽ 35-ാമത്തെ വയസ്സിൽ ഞാൻ കുഴിച്ചിട്ട പാപങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കുഴിച്ചിട്ട പാപങ്ങളൊക്കെ ഞാൻ പുറത്തെടുക്കാൻ തുടങ്ങി. ഞാൻ കർത്താവായ യേശുവിനോട് അവൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ തുടങ്ങി. കുമ്പസാരം എന്ന വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാപം ഏറ്റുപറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വന്തം നാവുകൊണ്ട് എൻ്റെ പാപം ഞാൻ പറയുന്നതിനാണ് കുമ്പസാരം എന്ന് പറയുന്നത്, പാപം ഏറ്റുപറയുക.
എനിക്ക് പാപമുണ്ടെന്ന് വേറെ ആരെങ്കിലും എന്നോട് പറയുന്നതല്ല. എനിക്ക് പാപമുണ്ടെന്ന് വേറെ ആരെങ്കിലും പറയുന്നതല്ല. എനിക്ക് പാപമുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഞാൻ സമ്മതിക്കുന്നു. അത് ഞാൻ സ്വന്തം നാവ് കൊണ്ട് കർത്താവിനോട് ഞാൻ തന്നെ പറയുന്നു, കർത്താവേ, ഇന്ന പാപം എന്നിലുണ്ട് എന്ന് പറയുന്നു. ദൈവമക്കളെ, ആ അനുഭവം എനിക്ക് 35-ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. കർത്താവായ യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ അനുഭവങ്ങളെല്ലാം ലഭിച്ചത്. ക്രിസ്തു വന്നപ്പോഴാണ് ലഭിച്ചത്. പേരിനൊരു മാമോദീസ മങ്ങിയ നാളിലൊന്നുമല്ല, കുമ്പസാരിച്ച് വിവാഹം നടത്തിയ നാളിലൊന്നുമല്ല, വീട് വെച്ച് അച്ഛൻ വന്ന് പരകുദാശയോ വെഞ്ചരിപ്പോ നടത്തിയ നാളിലൊന്നുമല്ല ഞാൻ ഭാഗ്യവാനായത്. എന്നാണ് എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവിനോട്, കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ എൻ്റെ പാപം തുറന്നു പറയാൻ തുടങ്ങി. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്നും രാവിലെയും ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനിയും ശരിയാകാനുണ്ടല്ലോ, ഇനിയും വാക്കുകളിൽ മാറ്റം വരാനുണ്ടല്ലോ, ഇനിയും വാക്കുകളിലൂടെ സ്നേഹത്തിന് പകരം വേറെ എന്തൊക്കെയോ വ്യാപരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ആ പ്രക്രിയ കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവം എനിക്ക് തുടങ്ങിക്കിട്ടി. അതിനാണ് ഞാൻ ബോൺ അഗെയിൻ അനുഭവം എന്ന് പറയുന്നത്, മാനസാന്തര അനുഭവം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. അതൊരിക്കൽ എന്തെല്ലാമായി കിട്ടി നിർത്തിയതല്ല, ആ തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഭവം. ആ അനുഭവം കിട്ടിയെന്ന് മുതൽ ഞാനൊരു ഭാഗ്യവാനായി. ആ അനുഭവത്തോട് ചേർന്ന് എനിക്ക് എന്തെല്ലാമാണ് കിട്ടിയതെന്നറിയാവോ? കിട്ടിയത് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ലഭിച്ചത് യേശുവുള്ള ഒരു ഹൃദയം കിട്ടി, ക്രിസ്തു വസിക്കുന്ന ഒരു ഹൃദയം കിട്ടി. ഈ ഉള്ളിൽ യേശു ഉണ്ട്. എനിക്കത് ആരോടും പറയാം, എപ്പോഴും പറയാം, ഊണിലും പറയാം, ഉറക്കത്തിലും പറയാം, ഈ ചങ്കിനുള്ളിൽ യേശു ഉണ്ട് എന്ന്. ഈ ചങ്കിനുള്ളിൽ യേശു ഉണ്ട് എന്ന് എനിക്ക് ഊണിലും ഉറക്കത്തിലും പറയാം. അത് മാത്രമാണ് എൻ്റെ പ്രാഗൽഭ്യം, അത് മാത്രമാണ് എൻ്റെ ബലം. ആ ബലത്തിലാണ് ഞാൻ നടക്കുന്നത്. ഇതിനുള്ളിൽ യേശു ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ലഭിച്ച 2ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചാൽ, ഒരു സമ്പൂർണമായ കഴുകലായിരുന്നു. മുഴുവനുമായ ഒരു കഴുകൽ. അന്ന് വരെയുള്ള ജീവിതം മാത്രമല്ല, ദിവസേന ജീവിതത്തിൽ ഒരു കഴുകൽ ലഭിക്കുന്നു. എൻ്റെ രോഗം എൻ്റേതല്ലാതായി, എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റേതല്ലാതായി, എൻ്റെ ചുമതലകൾ എൻ്റേതല്ലാതായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ചുമതലകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ മുമ്പിലുള്ളതായ കീറാമുട്ടി പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ ദിവസം മുതൽ എൻ്റേതല്ല, എല്ലാം യേശുവിൻ്റേതായി. അതെല്ലാം യേശുവിൻ്റേതായി, എൻ്റേതല്ല, യേശുവിൻ്റേതാണ്. രാവിലെ വാഹനം ഓടിച്ച് പോരാൻ തുടങ്ങിയപ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ മേല, നീ വണ്ടി ഓടിച്ച് എന്നെ അവിടെ കൊണ്ടുപോകണം. എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ മേല, നീ വന്ന് ജനത്തോട് പ്രസംഗിക്കണം. എനിക്ക് പലതും അറിയില്ല കർത്താവേ, ഇതൊന്നും എൻ്റേതല്ല, ഇതൊന്നും എൻ്റേതല്ല, അതെല്ലാം നീ നടത്തിത്തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നും എൻ്റേതല്ല, എല്ലാം യേശുവിൻ്റേത്. രോഗം വരുന്നു, അതും യേശുവിൻ്റേത്. കർത്താവേ, നീ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, 3ാമത് കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ഞാൻ പാപം ഏറ്റുപറയാൻ തുടങ്ങി മനസ്വാതന്ത്ര്യപ്പെട്ട നാൾ മുതൽ എനിക്ക് ലഭിച്ച 3ാമത്തെ ഒരു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു സമാധാനപ്രിയനായി മാറി. ഞാനൊരു സമാധാനപ്രിയനായി മാറി. എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ ഭവനത്തിലായാലും ഞാൻ എവിടെയായാലും, പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രവർത്തിക്കുന്നിടത്ത്,
ഞാനൊരു സമാധാന പ്രിയനായി മാറി. ഞാനൊരു ഇടർച്ചക്കോലാവുകയില്ല. ഞാനൊരു കലഹക്കാരനാവുകയില്ല. ഞാനൊരു പിണക്കത്തിന് കാരണക്കാരനാവില്ല. ഞാനൊരു സമാധാന പ്രിയനാകുമെന്ന് എനിക്ക് അന്നൊരു നിർണയമുണ്ടായി. ഞാൻ ഇന്നും കൃപയാൽ അത് പാലിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ സമാധാന പ്രിയരാണോ? നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ദാവീദ് പാപമേറ്റു പറയാൻ തുടങ്ങി. ദാവീദ് തന്നെത്താൻ പറയാൻ തുടങ്ങി, ഞാനൊരു ഭാഗ്യവാനായി എന്ന്. പ്രിയപ്പെട്ടവർ, എന്താണ് ദാവീദിൻ്റെ ആ ഭാഗ്യം എന്ന് പറയുന്നത്? ദാവീദിന് അതുവരെ പല വേദനകൾ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ശരീരം വേദനിച്ച വിഷയങ്ങൾ, മനസ്സ് വേദനിച്ച വിഷയങ്ങൾ, ഇതെല്ലാം ദാവീദിനുണ്ടായിട്ടുണ്ട്. ദാവീദിന് അവഗണന നേരിട്ടിട്ടുണ്ട്. അപ്പനും അമ്മയൊക്കെ അവഗണിച്ചു, സഹോദരങ്ങൾ അവഗണിച്ചു. ദാവീദിനെ കുന്തം കൊണ്ട് കുത്തി കൊല്ലാനായിട്ട് ശൗൽ രാജാവ്, മനസ്സിനെന്ത് വേദന! ശരീരവും വേദനിച്ചു, മനസ്സും വേദനിച്ചു. ഈ വേദനകളെല്ലാം ദാവീദിന് പരിചയമുണ്ട്. മനസ്സിൻ്റെ വേദനയും ശരീരത്തിൻ്റെ വേദനയും എല്ലാം ദാവീദിന് പരിചയമുണ്ട്. പക്ഷേ ദാവീദിന് പരിചയമില്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. ദാവീദിന് പരിചയമില്ലാത്തൊരു വേദന എന്തായിരുന്നു എന്നറിയാവോ? ആ വേദന അനേക ഭക്തന്മാർക്കും അറിയില്ല, ദൈവമക്കളെന്നും അറിയപ്പെടുന്നവർക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. അതെന്ത് വേദനയെന്നറിയാവോ? ശരീരത്തിൻ്റെ വേദനയുമല്ല, മനസ്സിൻ്റെ വേദനയുമല്ല, എൻ്റെ അകത്തുള്ള എൻ്റെ ആത്മാവിൻ്റെ വേദന. എൻ്റെ അകത്ത് കിടന്നൊരാത്മാവ് പടയുന്നത് എൻ്റെ 35-ാമത്തെ വയസ്സിലും ഞാൻ അറിഞ്ഞില്ല. ഭൂമി കുലുങ്ങി 7 ദിവസവും 8 ദിവസവും രക്ഷകന്മാരെ കാണാതെ അതിനകത്ത് കിടന്ന് പെടഞ്ഞ ചില വ്യക്തികളെ 8-ാം ദിവസവും 10-ാം ദിവസവും ഒക്കെ രക്ഷാപ്രവർത്തകർ രക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ പാപം ചെയ്ത സഹോദര, പാപം ചെയ്ത സഹോദരി, നിന്റെ ഉള്ളിൽ നിന്റെ ആത്മാവ് ഒരു തുള്ളി രക്തത്തിന് വേണ്ടി, യേശുവിൻ്റെ രക്തത്തിന് വേണ്ടി കിടന്ന് പടയുന്നതായ ആ വേദന നീ അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുവിൻ്റെ ഒരു തുള്ളി രക്തം കൊണ്ട് എനിക്ക് ജീവൻ തരണമേ എന്ന് എൻ്റെ ഉള്ളിൽ കിടന്ന്, എൻ്റെ പ്രാണൻ കിടന്ന് പടയുന്നത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളിലും കിടന്ന് പടയുന്നുണ്ട്. ഈ തിരുവചനം കേൾക്കുന്ന അനേകരുടെ ഉള്ളിലും അവരുടെ ആത്മാവ് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ആത്മാവ് ശരീരത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, യേശുവിൻ്റെ ഒരു തുള്ളി രക്തം ഈ ഉള്ളിലേക്ക് ഒന്ന് തരാവോ? ഈ ചങ്കിനുള്ളിലേക്ക് യേശുവിൻ്റെ ഒരു തുള്ളി രക്തം എനിക്ക് തരാവോ? ചോദിക്കുന്നുണ്ട്. പ്രിയരെ, ആ വേദന അനേകരറിയുന്നില്ല. അതാണ് ആത്മാവിൻ്റെ വേദന എന്ന് പറയുന്നത്. അതാണ് പ്രാണന്റെ വേദന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഇന്നെനിക്കറിയാം എൻ്റെ ആത്മാവിൻ്റെ വേദന, ആത്മാവ് ദാഹം, ആത്മാവ് വേദനിക്കുന്ന എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം അതിന് വേണം. കാരണം അതിൻ്റെ പ്രാണൻ കിടന്ന് പടയ്ക്കുന്നു. അത് ജീവൻ കിട്ടാതെ കിടന്ന് പടയ്ക്കുന്നു. ജീവന് വേണ്ടി പടയ്ക്കുന്ന ഒരാത്മാവ്. സഹോദര, ഉന്നതനായ സഹോദരി, നീ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നതായിരിക്കാം, നീ വലിയ പദവിയിലെ പത്രാസിലോ കഴിയുന്നതായിരിക്കാം, ശരീരത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ വേദനയൊക്കെ നീ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ അകത്ത് ദൈവം തന്നതായ നിന്റെ ഒരു പ്രാണനുണ്ട്, നിന്റെ ആത്മാവുണ്ട്. അതിൻ്റെ വേദന നീ അറിഞ്ഞിട്ടുണ്ടോ? അത് വേദനിക്കുന്നത് എന്തിനെന്ന് വേണ്ടി അറിയാവോ? യേശുവിൻ്റെ ഒരു തുള്ളി രക്തത്തിന് വേണ്ടി. യേശുവിനെ നീ ഒന്ന് വിളിച്ച് കേൾക്കാൻ വേണ്ടി. എൻ്റെ യേശുവേ എന്ന് നിന്റെ സ്വന്തം നാവിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ നിന്റെ ആത്മാവ് അതിദാഹത്തോടെ, പ്രാണൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. യേശുവേ എന്ന് നീ ഒന്ന് വിളിച്ച് കേൾക്കാൻ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല, യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ പടയുന്ന ആത്മാവിന് അവൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി പകർന്നു കൊടുത്തു. ദൈവമക്കളെ,
നിങ്ങൾക്കിപ്പോൾ അത് അനുഭവിക്കാം. നിങ്ങൾക്കിപ്പോൾ യേശുവിനോട് ചോദിക്കാം, കർത്താവേ, എൻ്റെ അകത്തെ ആത്മാവ് പടയുന്നു, ഞാൻ അറിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ ആരും കാണാത്ത ഭാഗത്ത് രോഗം വന്നാൽ രോഗമല്ലേ? ശരീരത്തിലെ മറ്റാരും കാണാത്ത ഭാഗത്ത് രോഗം വന്നാൽ രോഗമല്ലേ? ശരീരത്തിലെ മറ്റാരും കാണാത്ത ഭാഗത്ത് വേദന വന്നാൽ വേദനയല്ലേ? അത് വേദനയല്ലേ പ്രിയപ്പെട്ടവരെ? എങ്കിൽ മറ്റാരും അറിയാത്ത പാപവും പാപമല്ലേ? മറ്റാരും മനസ്സിലാക്കാത്ത പാപവും പാപമല്ലേ? പുറമേ ആരും അറിയാത്ത പാപവും പാപമല്ലേ? പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണം. പുറമേ ആരും അറിയാത്ത വേദനയും വേദനയാണെങ്കിൽ പുറമേ ആരും കാണാത്ത പാപവും പാപമാണ്. പുറമേ ആരും മനസ്സിലാക്കാത്തതിൻ്റെ സ്വഭാവത്തിലെ മാലിന്യങ്ങളും മാലിന്യമാണ്. ഓരോ പാപവും മരണമാണ് പ്രിയപ്പെട്ടവരെ. തൻ്റെ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പാപം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. പ്രിയപ്പെട്ടവരെ, തുറക്കുക, ഹൃദയം തുറക്കുക, തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 13:23 എന്താണ് ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്? എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര, എൻ്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ. എൻ്റെ അകൃത്യവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണം. കർത്താവേ, ഞാൻ ചെയ്തതെല്ലാം മൂടി വെക്കണമെന്നല്ല ഇയ്യോബ് പ്രാർത്ഥിച്ചത്. എൻ്റെ അകൃത്യവും എൻ്റെ പാപവും എൻ്റെ രഹസ്യപാപങ്ങളും ഞാൻ മൂടി വച്ചിരിക്കുന്ന പാപവുമെല്ലാം ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണം, എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. സഹോദരങ്ങളെ, ഇവിടെയാണ് മനുഷ്യൻ്റെ ഭാഗ്യകാലം ആരംഭിക്കുന്നത്. ഇയ്യോബിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 42-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എന്താണ് ഇയ്യോബ് പറഞ്ഞത്? ഇയ്യോബിന്റെ 42:6 എന്ത് പറയുന്നു? ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പെടുത്തിയപ്പോൾ ഇയ്യോബ് പറഞ്ഞു, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറക്കാൻ തുടങ്ങി. നമ്മുടെ പുസ്തകം അടച്ചു വെച്ചിട്ട് അത് ശാന്തമായി ചിന്തിക്കും. നിങ്ങൾ ഭാഗ്യവാനായി തുടങ്ങിയോ? നിങ്ങൾ ഭാഗ്യവതിയാകാൻ തുടങ്ങിയോ? നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ആത്മാവിൻ്റെ വേദന മനസ്സിലാക്കി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് അവൻ്റെ പാപം ഏറ്റുപറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പാപം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യനാണ്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ തോന്നണമേ, നിന്റെ കരുണയുടെ വ്യക്തിത്വം പ്രകാരം എൻ്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. പ്രിയപ്പെട്ടവരെ, പാപം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ. പാപം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ. പാപം മാറിക്കിട്ടാൻ വേണ്ടി പാപം ഏറ്റുപറയണം. പാപം ഏറ്റുപറയണം. കർത്താവിനോട് ഏറ്റുപറയണം. നിങ്ങൾക്ക് ഏറ്റുപറയാവോ? ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് തരികയാണ്. ഇതുവരെ കുഴിച്ചിട്ടതെല്ലാം ഒന്ന് പുറത്തു കൊണ്ടുവരാവോ? വീട് പണി തുടങ്ങി, വീടിന് കല്ലിട്ടു, തറയിട്ടു. എന്ത് സന്തോഷം! വീട് പണിയാൻ തറയിട്ടു, വീട് പണിയാൻ കല്ലിട്ടു. പിന്നെ ഉത്സാഹത്തിൻ്റെ നാളാണ്. പിന്നെ വീട് പണി പൂർത്തിയാകാൻ വരെയുള്ള കാത്തിരിപ്പാണ്. ഉത്സാഹത്തിൻ്റെ പണിത് വരുന്നത് കണ്ട് സന്തോഷത്തിൻ്റെ നാളുകളാണ്. ദാവീദ് ഹൃദയം തുറന്നപ്പോൾ സ്വർഗത്തിൽ ദാവീദിൻ്റെ വീട് പണി ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഹൃദയം തുറക്കുമ്പോൾ, നിങ്ങളുടെ പാപം ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തം അത് ക്ഷമിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ വീട് പണി ആരംഭിക്കുകയും ചെയ്യും. സ്വർഗത്തിലെ വീട് പണി ആരംഭിക്കട്ടെ. സ്വർഗത്തിലെ വീട് പണി നടക്കട്ടെ. സ്വർഗത്തിലെ വീട് പണി മുന്നോട്ട് പോകട്ടെ. ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവസന്നിധിയിൽ തുറക്കാം. എല്ലാം നമുക്ക് ഏറ്റുപറയാം. ഒരു തുള്ളി രക്തത്തിന് വേണ്ടി പടയുന്ന ആത്മാവിനോട് നമുക്ക് കർത്താവിനെ വിളിക്കാം.
നമ്മുടെ സ്വർഗത്തിലെ വീട് പണി ഇന്ന് ചിലർക്കെല്ലാം തുടങ്ങിക്കിട്ടട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെ വീട് പണി ഇന്ന് ആരംഭിക്കട്ടെ. ആരംഭിച്ചവരുടെ പണി മുമ്പോട്ട് പോകട്ടെ. കർത്താവേ, ഈ ജനത്തോട് മനസ്സിലെയ്യണമേ. ഈ ജനത്തിൻ്റെ സ്വർഗത്തിലെ ഭവന പണി ആരംഭിക്കണമേ. ഇവരുടെ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. സ്വർഗത്തിലെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ കൃപ കൊടുക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.